ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു കറി ആയാലോ? മടി പിടിച്ചിരിക്കുമ്പോഴേ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഈസിയാണ്. പണിയുള്ളത് ചെറിയ ഉള്ളി നന്നാക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതിന് പകരം നമ്മൾ വലിയ ഉള്ളി ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്ത് കറിയാണെന്ന്. ആ അടിയിലിരിക്കുന്ന വൈറ്റ് കളറ് തൈരാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇതൊരു കറിയാണെന്ന്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ചമ്മന്തി പരുവമുണ്ട് അല്ലേ? പക്ഷേ കറിയാട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ഒരു നേരം നമുക്കൊരു കറി തട്ടിക്കൂട്ടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഞാൻ ട്രൈ ചെയ്ത റെസിപ്പിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിനൊരു 1 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ മെയിനായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കി നോക്കാം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്നാണല്ലോ പറയുക. ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ എന്താ കാണിച്ചു തരാം കേട്ടോ. ചെറിയുള്ളി ഞാൻ ഇത്ര ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് നാളികേരം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 പിടി കടല. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എത്ര സ്പൈസി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിൻ്റെ പ്രൊസീജിയർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കടല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 പിടി കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് കടലയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കടലയാണല്ലോ നമ്മളിതിൽ മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കടല ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ. കടല ഇഷ്ടമുള്ളവർക്ക് ഈ കറി താല്പര്യമായിരിക്കും. അതുപോലെ തൈരും ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ, ചോറ് കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി ഇഷ്ടപ്പെടും. പക്ഷേ അതൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ കറീനോട് ഒരു താല്പര്യക്കുറവുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കൂളായതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയർ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാൻ തന്നെയാണ് എടുക്കുന്നത്. ഞാനതൊന്ന് നല്ലപോലെ ടിഷ്യൂ വെച്ച് തുടച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണയിലേക്ക് ഇനി ഞാൻ കുറച്ച് കടുക്, അതായത് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ സ്പൈസി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. 2 പച്ചമുളക് തന്നെ സ്പൈസി ഉണ്ടായിരിക്കും എൻ്റെത്. അത് കാരണം ഞാൻ ഇതിലേക്ക് പിന്നെ എൻ്റെ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയുള്ളീനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കളർ മാറ്റി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ല പോലെ അങ്ങോട്ട് വരും കേട്ടോ ഇതങ്ങ് ഇളക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ നാളികേരം ഒന്ന് അരച്ചെടുത്താലോ. നമ്മളെ നാളികേരം കൂളായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നാളികേരം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് ജാറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഈ പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അത് ആ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് നല്ലപോലെ ചതച്ചെടുക്കും കേട്ടോ. അരച്ച് കറി പോലെ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ടേ. അപ്പോൾ അതാ ഞാൻ അത് അരച്ച് വയ്ക്കട്ടെ. പിന്നെ ഞാൻ പൊടികളിട്ട സമയത്ത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ആ ഉള്ളിയിലേക്ക് ഞാൻ ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കോറിയാൻഡർ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഇത് നമുക്ക് പച്ചമണം മാറുന്ന വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം മാറിയെന്ന് തോന്നിയ ആ സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ആഡ് ചെയ്ത് കൊടുത്ത നാളികേരത്തിൻ്റെയും പച്ചമണം നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ അത്രയും നേരം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അതിന് ശേഷം നമുക്ക് ഈ കറി ഓഫാക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ആ ജാറിൽ നിന്നുള്ള കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു എന്നല്ലാതെ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇത് നല്ലപോലെ
മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ദാ നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ മിക്സായി, മസാലയൊക്കെ നാളികേരത്തിലേക്ക് പിടിച്ചിട്ടുണ്ടേ. ഇനി ഞാനിത് ഓഫാക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗേർട്ട്, ഇനി നിങ്ങളുടെ അടുത്ത് ഗ്രീക്ക് യോഗേർട്ട് ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. കേട് നല്ല കട്ട തൈര് എടുക്കണേ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഒരു പരുവാവുന്ന വരെ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത 3 ടേബിൾ സ്പൂണിന് വേണ്ട മസാല മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കണം. ആ മല്ലിയില ഇടുമ്പോഴാണ് ഒരു നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ മസാലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു പപ്പടമാണ് ഞങ്ങളെടുത്തത്. അങ്ങനെ കഴിക്കാനാട്ടോ ഇത് ടേസ്റ്റ്. ഇനി ഒരു കാര്യം പറഞ്ഞാലേ, ഇത് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ചെറിയ മോനാണിത് നല്ലപോലെ ഇഷ്ടമായത് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അവൻ ചോറും ഈ കറിയും പപ്പടവും കൂട്ടി നല്ല ഉഷാറായിട്ട് കഴിച്ചു കേട്ടോ. ഹസ്ബൻഡിനും വലിയ ആൾക്കും ഇത് തീരെ ഇഷ്ടമായില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടേളും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ മോന് നല്ലപോലെ കടല ഇഷ്ടമാണ്. അപ്പോൾ ഇതിനൊരു കടലേൻ്റെ, ആ നിലക്കടലേൻ്റെ ടേസ്റ്റാണ് വരുന്നത്. അത് കാരണം അവന് നല്ലപോലെ ഇഷ്ടമായി. ഞങ്ങൾ രണ്ടാളുമാണ് കേട്ടോ ഈ ഒരു ഫുഡ് ആസ്വദിച്ച് കഴിച്ചത്. അതുകൊണ്ട് എല്ലാവരോടും ഇത് ഉണ്ടാക്കി നോക്കാൻ ഞാൻ പറയില്ല. കടലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അവർക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു 1 മില്യൻ്റെ വ്യൂ കണ്ടതുകൊണ്ട് ഇമ്പ്രസ്ഡ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷേ അത്രയ്ക്കില്ല. ഞാൻ പറഞ്ഞ പോലെ കടല ഇഷ്ടപ്പെട്ടവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ബൈ.